ഇന്നൊരു സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 15 ചുവന്നുള്ളി, 8 വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത്, ഒരു കഷ്ണം ഇഞ്ചിയും ചെറുതായി അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് വാടി വന്നതിന് ശേഷം അത് കോരിയെടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം, കുറച്ച് വേപ്പില ഇട്ട് ഒരു സവാള അരിഞ്ഞതും കൂടെ ഇട്ടിട്ട് ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് 4 കരയാമ്പൂവ്, 4 ഏലക്കായ, 2 കഷ്ണം പട്ടയും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ അതൊന്ന് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് തക്കാളി മീഡിയം സൈസിലുള്ളതും 3 പച്ചമുളക് കീറിയിട്ടതും വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള 1 കിലോ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് മൂടി വെക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് മൂടി വെച്ച് അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ ഇത് തുറന്ന് നോക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ചൂടാക്കിയിട്ട് അതും ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ആവശ്യത്തിന് നോക്കി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് ഒന്നും കൂടെ മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഇതിനിടയിൽ നമുക്ക് ഇനി ഇതിലേക്കുള്ള ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് ഒരു മുറി തേങ്ങ എടുത്ത് അതിലേക്ക് വേപ്പില, 1 ടീസ്പൂണ് പെരിഞ്ജീരകം കൂടെ ഇട്ട് ഒന്നങ്ങനെ വാടി വരുന്നത് വരെ വറുത്തെടുത്ത് ചൂടാറിയാൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമ്മൾ നേരത്തെ എണ്ണയിൽ വേവിച്ച് വെച്ച ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് എണ്ണ പോലെ അരച്ചെടുക്കണം. കുറച്ച് വെള്ളം ചേർത്തിട്ട് ആ അരപ്പ് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആവശ്യമെങ്കിൽ ഉപ്പൊക്കെ ചേർത്തതിന് ശേഷം നമുക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്നും കൂടെ മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് തിളപ്പിച്ചെടുക്കണം. നന്നായി തിളച്ച് വന്നതിൽ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം മൂടി തുറന്ന് ഒന്ന് ഇളക്കിയെടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒരു പിടി മല്ലിച്ചപ്പ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. മല്ലിച്ചപ്പ് അരിഞ്ഞത് ചേർത്തതിന് ശേഷം ഇത് ഒന്നുകൂടെ മൂടി വെക്കണം. അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് എടുത്ത് സെർവ് ചെയ്യാവുന്നതാണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സെറീസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.